ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ഞാൻ ചെയ്തൊരു കാര്യം വെച്ചാൽ ഞാൻ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആക്ച്വലി ഞാനൊരു 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് വരെ എണീറ്റ ദിവസങ്ങളുണ്ട്. സോ അപ്പോഴേക്കും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാൻ പിന്നെ ഓരോ രാവിലെ എണീക്കാൻ തുടങ്ങി. 10 മണി 8 മണി പയ്യെ 7 മണി അങ്ങനെ രാവിലെ എണീക്കുന്ന ശീലം തുടങ്ങി. അത് ഭയങ്കരമായിട്ട് ലൈഫിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്ത് ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പം ഇപ്പം എനിക്ക് ന്യൂട്രീഷനിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ട് എനിക്കിപ്പം ഞാനൊരു ജ്യൂസാണ് കുടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലേക്ക് എനിക്കുമ്പോൾ വായൊക്കെ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് നന്നായിട്ട് വെള്ളം കുടിക്കും. അത് സ്കിന്ന് ഹൈഡ്രേറ്റ് ആവാനും നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിനൊക്കെ പോകാൻ വേണ്ടിയിട്ടും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന കാര്യമല്ല, ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ ആകുമ്പോഴേ ചെയ്യുന്നതാണ്. എനിക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ളത് പഠിക്കാനുള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്നത് പഠിക്കണം, ഇന്നത് പഠിക്കണം. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഇന്ന ദിവസം ഇന്ന വീഡിയോ എടുക്കാണ്ട്, എത്ര വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് എന്നൊക്കെ ഉള്ള കാര്യം നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഇന്നലെ ആരെങ്കിലും വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എനിക്ക് ഇന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കണം. കാരണം ചില സമയത്ത് വിളിച്ച് എന്നെ കിട്ടൂല. ചില സമയത്ത് ഞാൻ ധ്യാനത്തിൻ്റെ സമയത്ത് എവിടെയെങ്കിലും സൈലൻ്റ് ഒക്കെ ആക്കിയിട്ട് ഒരു സ്ഥലം മൂലയിൽ പോയി കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ച് എന്നെ കിട്ടൂല. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അടിപൊളിയായിട്ട് എനിക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. ആൻഡ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് രാവിലെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ലക്ഷ്മി ചേച്ചിയാണ് ന്യൂട്രീഷനിസ്റ്റ്. ചേച്ചിക്ക് ഞാൻ കഴിക്കുന്ന എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണം. ഞാൻ കഴിക്കുന്ന ചേച്ചി എനിക്ക് ഡയറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട്, അതായത് മുമ്പൊക്കെ ഉണ്ടല്ലോ ഒരു ടൈം പീരീഡിൽ ഞാൻ ഉറക്കം എണീറ്റുണ്ടെങ്കിൽ ചായയും അച്ചപ്പം, പപ്സ് ഉണ്ടെങ്കിൽ പപ്സ്, അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വാരി ഒലിച്ച് കഴിക്കും. അപ്പോഴൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ലേറ്റർ എൻ്റെ ഹെൽത്തിനെ, മെൻ്റൽ ഹെൽത്തിനെ ആയാലും ഫിസിക്കൽ ഹെൽത്തിനായിട്ട് നല്ല രീതിക്ക് ബാധിക്കുമെന്ന്. എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമം വരുന്തോറും ഞാൻ പല തരത്തിലുള്ള ഫുഡ് കഴിക്കുമായിരുന്നു. KFC അതും ഇത് അങ്ങനെ പല തരത്തിലുള്ള ഫുഡ്. അങ്ങനെ ആ ഫുഡ് കഴിക്കുന്നത് എനിക്ക് പണിയായി. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ഹെൽത്ത് കൊണ്ടുപോയി തൊലച്ച്. അങ്ങനെ പിന്നെ ഇപ്പോഴാണ് കറക്റ്റ് ഡയറ്റൊക്കെ എടുത്തിട്ട് ഇപ്പം എൻ്റെ ഫിസിക്കൽ ഹെൽത്തും പക്കയാണ്, മെൻ്റൽ ഹെൽത്തും പക്കയാണ്. ലൈഫിൽ മനസ്സിലായ ഒരു കാര്യമാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ മാത്രം മതി. എസ്പെഷ്യലി നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മോർണിംഗ് സ്കിന്ന് സൂപ്പറായിട്ടിരിക്കും. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരും വൈറ്റമിൻ സി ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ എങ്ങനെയാണ് വൈറ്റമിൻ സി കറക്റ്റ് വേയിൽ യൂസ് ചെയ്യുന്നതെന്നൂടെ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്കറിയാം, നമുക്കൊരിക്കലും സ്കിന്നിലുണ്ടാകുന്ന ഗ്ലോയും ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും അച്ചീവ് ചെയ്തെടുക്കുന്നതല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന സംഭവമാണ്. ആൻഡ് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നതെന്ന് പറയുന്നത് ഗാർണിയർ ബ്രൈറ്റ് കംപ്ലീറ്റ് നൈറ്റ് സീറാണ്. നിങ്ങൾക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി സീറാണ്. ആൻഡ് വൈറ്റമിൻ സി സീറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ സി എന്ന് പറഞ്ഞൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഫ്രീ റാഡിക്കലെ ന്യൂട്രലൈസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഡാമേജ് കുറയ്ക്കുകയും ചെയ്യും. ആൻഡ് ഓൾസോ എക്സസ് ആയിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷൻ കാരണം ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, ഡൾനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി അറിയാലോ, നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഓൾസോ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാം. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ 10% പ്യുവർ വൈറ്റമിൻ സി ആണ് വരുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ 12 ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. വീഗൻ ഫോമിലാണ്, ആൽക്കഹോൾസ് ഇല്ല, സിലിക്കോൺസ് ഇല്ല. എനിക്കിത് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. നിങ്ങളുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കും. ആൻഡ് ഓൾസോ നൈറ്റ് നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ കൊണ്ട് ലെയറപ്പ് ചെയ്യാം. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്, നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിന്ന് സൂപ്പറായിരിക്കും. കാരണം അതിന് ഭയങ്കര ലേറ്റായിട്ട് മനസ്സിലായ ആളാണ്. കാരണം സ്കിൻ കെയറിനോട് ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരാളായിരുന്നു. അപ്പം വളരെ ലേറ്റായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ സംഭവം.
സോ നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് പിന്നെ തോന്നിയത് 76% ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. സ്കിന്നിന് ഗ്ലോയിങ് തരും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ലൈക്ക് പോസ്റ്റ് ആക്നെ സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. സൂപ്പർവായിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിവ്യൂ കൂടിയാണ് ഇതിൽ പറയുന്നത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഡേയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻഡ് ഓഫ് ദ ഡേ ഉറങ്ങുന്നതിന് മുമ്പും ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തൊരു ഫുൾ എഴുത്ത് മാത്രമുള്ളതെന്ന്. ഈ എഴുതി വയ്ക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഇന്ന് ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ എഴുതി വയ്ക്കും. അല്ലെങ്കിൽ ഇന്ന് ലൈക്ക് സംതിങ് ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തെങ്കിലും എഴുതി വയ്ക്കും. വ്യക്തിപരമായിട്ടോ ആരെന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ എഴുതി വയ്ക്കും. മുമ്പൊന്നും എനിക്ക് ഈ സ്വഭാവം ഇല്ലായിരുന്നു, പക്ഷേ അത് ഇപ്പോഴായിട്ട് വന്നതാണ്. പക്ഷേ അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് ലൈക്ക് ചെയ്തതെല്ലാം ആരെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തൊക്കെ എഴുതി വയ്ക്കുക. മറന്നുപോയാലും പിന്നെ എടുത്ത് ഓർമ്മിച്ച് നമുക്ക് അങ്ങ് ഇരിക്കാമല്ലോ ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടൊരു സംഭവമാണ് നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതായത് ഡിന്നറ് നൈറ്റ് കഴിക്കുന്ന സാധനം ഫുഡ് നേരത്തെ കഴിക്കുക. അതായത് ഞാൻ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന 1 മണിക്ക് കഴിക്കുമായിരുന്നു. 12 മണിക്ക് ഡയറി മിൽക്ക്, സിൽക്ക്, തേൻമുട്ടായി, പഞ്ഞിമുട്ടായി ഇതെല്ലാം കൂടെ ബെഡിൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് 1 മണിക്ക് 12 മണിക്ക് സിനിമയോ സീരീസൊക്കെ കണ്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തോ ലൈക്ക് എനിക്കറിഞ്ഞുകൂടെ, മറ്റേ ലൈക്ക് ആക്രാന്തം പിടിച്ച ഭ്രാന്താവില്ല, അതേ കണക്ക് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഫുഡ് ഒരു നൈറ്റ് കഴിക്കുന്ന ഒരു 7, 8, 9 കഴിക്കും. അല്ലെങ്കിൽ ഒരു മാക്സിമം ലേറ്റ് 9, ഇല്ലെങ്കിൽ ഒരു 7, 8 മണിക്കകത്ത് ഞാൻ കഴിക്കും. അതിന് ശേഷം ഒരു 10, 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും. ഇത് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ബോഡി ഒന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരും. അപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും. ഡൈജഷന് ബെറ്ററാണ്, നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ബെറ്ററാവും, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് എല്ലാം ബെറ്ററാക്കുന്ന ഒരു സംഭവമാണ് ഈ നേരത്തെ ഡിന്നർ കഴിക്കുന്നില്ല. എനിക്കാണെങ്കിൽ മുന്നേ ബ്ലോട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പണ്ടാരം ഈ ലേറ്റ് നൈറ്റ് കഴിച്ചിട്ട്. ഇപ്പം പക്ക സെറ്റ്. അതിന് ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ നേരത്തെ ഉള്ള ഉറക്കം. നേരത്തെ മീൻസ് ഞാൻ സീരിയസ് ആയിട്ട് പറയാമല്ലോ ഗൈസ്, ഞാൻ 3 മണിക്കും 5 മണിക്കും, ഞങ്ങൾക്ക് തൊട്ടടുത്ത് പള്ളിയുണ്ട്, പള്ളിയിൽ ബാങ്ക് വിളിക്കണ സമയത്ത് ലൈക്ക് ആ സമയത്ത് ഞാൻ രാവിലെ ബാങ്ക് വിളിക്കുമല്ലോ 4:30, 4:45 ആ സമയത്ത് ഞാനിവിടെ ഉണർന്ന് കിടക്കുമായിരുന്നു. ഉറക്കമില്ലാതെ ഓരോക്കെ ചിന്തിച്ച് കൂട്ടി ഞാനിങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫുഡൊക്കെ സെറ്റായപ്പം തന്നെ നിങ്ങൾക്കറിയില്ല, നമുക്ക് ലേറ്റ് നൈറ്റ് ചോക്ലേറ്റ് ഒന്നും കഴിച്ച് ഒരു വിധത്തിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഒരു ഫ്ലാസ്ക് നിറയെ കോഫി ഇട്ട് വെച്ചിട്ട് അച്ചപ്പവും കുഴലപ്പവും ചിപ്സും എനിക്കറിഞ്ഞൂടെ ചക്കവറ്റലും എല്ലാം വാങ്ങിച്ചിങ്ങനെ കൂട്ടി വെച്ചേക്കുമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ലൈക്ക് ഫുഡ് കറക്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു 10, 11, 12 മണിയൊക്കെ 11 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം വരും. ചിലപ്പോൾ ഉച്ചയ്ക്കുള്ള 1 മണിക്കൂർ ഉറങ്ങാൻ ഒരു 12:30 ആവും, ഇല്ലെങ്കിൽ ഒരു 11:30. ഇപ്പോഴും 10 മണിയായി എനിക്ക് ഉറക്കം വരണമുണ്ട്. സോ അപ്പം ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഉറങ്ങുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ സെറ്റാണ്. നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ രാവിലെ കറക്റ്റായിട്ട് എണീക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഹോൾ ഡേ സെറ്റാവും. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷേ സീരിയസ്ലി നിങ്ങൾ ഒരു 1 മന്ത് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വരും. സ്കിന്നായാലും ബോഡി ആയാലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരും. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാനൊന്ന് മയങ്ങട്ടെ. ടാറ്റാ ബൈ ബൈ ഉമ്മാ.